നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതേ ഞാൻ എൻ്റെ അടുക്കളയിൽ അരിയടിച്ചുണ്ടാക്കുന്നൊന്നും അല്ല, നല്ല ചെലവ് വരും. രാജ്യാന്തര വിപണിയിൽ ലക്ഷങ്ങൾ. അച്ചായനോട് ഞാൻ ഇതിനൊക്കെ എന്ത് സമാധാനം പറയും? അല്ല, ആരാ ഈ അച്ചായൻ? തൽക്കാലം നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നീ ഇപ്പൊ എനിക്കൊരെണ്ണം താ, കാശ് ഞാൻ നാളെ തരാം. മനു പ്ലീസ്. ഇന്നത്തേക്കും കൂടി മാത്രം. പക്ഷേ ഇതിനൊക്കെ ചില വിട്ടുവീഴ്ചകളും കൂടി ചെയ്യാൻ ഓർക്കണേ. എന്ത് വിട്ടുവീഴ്ച വേണേലും ചെയ്യാം, ഒരെണ്ണം താ മനു. എന്നാ എന്താടി നിന്റെ കയ്യില്? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? എന്നെ വിടാനാ പറഞ്ഞത്. കൈന്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഏതാ? ശ്യാമേ തരാനാ പറഞ്ഞ. കൈ നോക്കടി. മര്യാദക്ക് വരാനാ എന്നോട് പറഞ്ഞേ. സാറേ, എന്താ ശ്യാമേ സാറ് കൊണ്ടുവയ്ക്കോ, പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സാധനം എന്നതാ. എന്തോ ശ്യാമയല്ല എനിക്ക് വേണ്ടത്, ഈ സാധനം തന്നെയാ. നിന്റെയൊക്കെ കച്ചവടം ഞാൻ പൂട്ടിക്കും. നീയൊന്നും പുറലോകം കാണില്ല. സാറേ, മര്യാദയ്ക്ക് പറയുന്ന കേൾക്കുന്ന സാറിന് നല്ലത്. ഭീഷണിപ്പെടുത്തുന്നോടാ? മര്യാദയ്ക്ക് പ്രിൻസിപ്പളിന്റെ മുന്നിൽ നിന്ന് മാപ്പ് പറഞ്ഞോ? ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് വാക്ക് തന്നാ പോലീസ് കേസ് ആകാതിരിക്കാൻ നോക്കാം. സാറേ, സാറിന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളല്ല ഞങ്ങളിപ്പോ. ഞങ്ങൾ ഈ കോളേജിൽ പഠിക്കാൻ വരുന്ന അല്ല സാറേ, അത് വേറെ സൈഡ്. എന്നാലും സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നതുകൊണ്ട് ചെറിയൊരു ബഹുമാനമൊക്കെ ഉണ്ട്. സാറായിട്ട് തന്നെ ദേഹത്ത് കൈവയ്ക്കാൻ നിർബന്ധിക്കരുത്. എന്തോ നീ എന്നെ തല്ലൂന്നാണോ? തല്ലടാ തല്ലടാ. സാർ അതെ, വേണ്ട. തല്ലടാ. നിന്റെ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. തല്ലടാ. തല്ലാനാ പറഞ്ഞ തല്ലടാ. സാറേ വേണ്ട. സാറേ ഇത് തീക്കളിയാ. ഒന്ന് പോടാ അവിടുന്ന്. തല്ലടാ. സാറേ വേണ്ട. വാ. പോലീസ് അച്ചായൻ. ഞാൻ ഇയാളോട് അച്ചായം 100 വട്ടം പറഞ്ഞത് വേണ്ട വേണ്ടെന്ന്. ഞാൻ അനുസരിക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടാ അല്ലടാ സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.